ഭൂട്ടാൻ വാഹനക്കടത്തിൽ താരങ്ങളുടെ വീടുകളിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. ഇന്ന് രാവിലെ 6:00 പരിശോധനയാണ്. പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ വാഹന ഡീലർമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതിൽ ദുൽഖറിന്റെ ചെന്നൈയിലെ വീടുണ്ട്. കൂടാതെ ഈ എറണാകുളത്തെ തന്നെ ഇളംകുളത്തെ വീട്, ഈ പനമ്പള്ളി നഗറിലെ വീട്, ഈ പനമ്പള്ളി നഗറിലെ വീട് മറ്റ് ഏജൻസിക്ക് നൽകി അവിടെ മറ്റാളുകളൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആരും തന്നെ താമസമില്ല. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അകത്ത് കയറി അകത്തെ വിശദമായ രീതിയിൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തുകയാണ്. ഈ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തതിന് പിന്നാലെ ഈ കസ്റ്റംസിനോട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തേടിയിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തുന്നതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. ഈ ദുൽഖർ സൽമാൻ്റെ ഡിഫൻഡർ കാറാണ് കസ്റ്റംസ് പിടിച്ചിട്ടുള്ളത്. ഈ ഡിഫൻഡർ കാർ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിക്കുകയും മറ്റുമൊക്കെ ചെയ്തതാണ്. ദുൽഖർ സൽമാൻ്റെ 3 വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ചെന്നൈയിലെ വീടുണ്ട്, കൊച്ചിയിലെ തന്നെ ദുൽഖർ താമസിക്കുന്ന ഇളംകുളത്തെ വീട്, അതോടൊപ്പം തന്നെ ഈ പനമ്പള്ളി നഗറിലെ മമ്മൂട്ടി ഹൗസ് എന്ന ഈ വീട് കൂടി, ഈ 3 സ്ഥലങ്ങളിലും കൂടാതെ അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിലും പൃഥ്വിരാജ് കുമാറിൻ്റെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:00 ഇടങ്ങളിൽ ഒരേ സമയം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയത്.